വലിയ ദുരൂഹത ഈ സമാധിയിരുത്തലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ നിയമപരമായ നടപടികൾക്കായാണ് ഇന്ന് സബ് കളക്ടറും ഉദ്യോഗസ്ഥരും അവിടെ എത്തിയത്. എന്തിനാണ് ഇന്ന് അവിടെ അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയത്? സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു തർക്കമാണ് അവിടെ വന്നത്. അതായത് കളക്ടർ ഉത്തരവ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ വന്നിട്ട് ആ ഉത്തരവ് ആ മക്കൾക്കോ ആ അമ്മയ്ക്കോ കൈമാറാമായിരുന്നു. ഞങ്ങളുടെ ആവശ്യം അത്രയേ ഉള്ളൂ. ഒരു രേഖാമൂലം നിങ്ങളൊരു തീരുമാനം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവ് നൽകുക. ഉത്തരവുണ്ടായിരുന്നു എന്ന് എൻ്റെ ഒരു RTO സമ്മതിച്ചു. എന്തുകൊണ്ട് കൊടുക്കാൻ വയ്യുന്നു? ഇപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതോ നാളെ അവർക്ക് ഉത്തരവ് കൊടുക്കാം. അപ്പോൾ ഏത് വിഷയത്തിലായാലും അവർ ഒരു ഉത്തരവ് കൊടുക്കണം. പിന്നെ അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ വെറും 2 സെൻറ്റ് കഴിയുന്ന ഒരു പാവത്തിന് എത്ര കാലം കൊണ്ട് ആളുകൾ ഉപദ്രവിക്കുന്നു? അവിടെ സാധാരണക്കാരൻ ഒരാൾ വർഷങ്ങൾ കൊണ്ട് സ്വാമിയാണ്. അദ്ദേഹം സമാധി ആയി അവിടെയാണ് സമാധി സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിലൊരു IAS കാരനായിട്ടുള്ള RDയും അതുപോലെ തന്നെ പോലീസ് ഓഫീസറും ഒക്കെ വന്ന് ഞങ്ങളിതിനെ ഇതെപ്പോൾ തന്നെ എടുത്ത് ഇവിടെ വെച്ച് അന്ന് കീറി നോക്കട്ടോ എന്ന് ചോദിക്കുന്ന ഒരു നല്ല സ്വഭാവമല്ലല്ലോ. നിയമത്തിന്റെ വിഷയത്തിൽ അവരൊരു ലെറ്റർ കൊടുക്കുക. ഒരു ദിവസം വന്ന് അങ്ങനെയല്ലല്ലോ. നമുക്കറിയാം 9-ാം തീയതിയാണ് ഈ മരണം സംഭവിക്കുന്നത്. 10-ാം തീയതി വീട്ടുകാർ നോട്ടീസ് പതിപ്പിക്കുമ്പോൾ മാത്രമാണ് തൊട്ടടുത്തുള്ള ആളുകൾ പോലും അറിയുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷമല്ലേ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ അവിടെ ഇന്നെത്തിയത്? ഒരു മാൻ മിക്സിംഗ് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് അച്ഛനോ അമ്മയോ അവരാരും കൊടുത്ത പരാതിയല്ല, നാട്ടിലാരോ ഇങ്ങനെയുള്ള കാണാനില്ല എന്ന് പറഞ്ഞു. അതിനകത്തുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ അതിനൊരു നടപടിക്രമമുണ്ടല്ലോ, അതെന്തുകൊണ്ട് പാലിക്കുന്നില്ല? ഒരു നോട്ടീസ് കൊടുക്കുക എന്നുള്ളത് അതെന്തിനാ അവർ അറച്ചു വയ്ക്കുന്നു? 2, ആ മക്കൾ, അച്ഛൻ, ഈ അമ്മ ഇവരെല്ലാവരും ഒരു വിശ്വാസികളാണ്. അവർ വിശ്വസിച്ചടക്കിയ ഒരു സാധനം അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ ഒരു തയ്യാറെടുപ്പായിട്ട് വരുമ്പോഴും ഒരു അറിയിപ്പ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് നൽകേണ്ട കാര്യമില്ല എന്നത് കളക്ടർ ഇപ്പോഴും സബ് കളക്ടർ ഇപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വീട്ടുകാർക്ക് നോട്ടീസ് നൽകേണ്ടതിന്റെ ആവശ്യമില്ല എന്ന്. ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നാളെ എന്തിനാണ് അവർ കൊടുക്കണേ? ആവശ്യമുണ്ട്. ഒരു സമാധി സ്ഥാനം സാധാരണ ഒരു കല്ലറയല്ല, അത് ഒരു സമാധി സ്ഥാനമാണ്. ഇപ്പോൾ ഒരു ഉത്തരവിന്റെ ഒരു കോപ്പി അവർക്കും കൂടി നൽകാം എന്നതാണ് അവസാനം എത്തിയിരിക്കുന്ന ഒത്തുതീർപ്പെന്നാണ് ഞാൻ. അത് മതി, അത് കൊടുക്കട്ടെ. അത് കൊടുക്കുമ്പോൾ ആ കുടുംബത്തിന് നിയമപരമായിട്ട് എന്തെങ്കിലും പോകണമെങ്കിലോ ആ പാവങ്ങൾ പോകണമെങ്കിൽ പോട്ട്. അവർ പോയിട്ട് അവർക്ക് നീതി കിട്ടണമെങ്കിൽ കിട്ടിട്ട്. അവരെ വിശ്വാസമില്ലേ ആ മരിച്ച സ്വാമിയുടെ വയസ്സായ അമ്മ ഓ നമശിവായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അവർക്ക് നീതി കിട്ടിയില്ല എന്ന് തോന്നാൻ പാടില്ല. അത് ആർക്ക് തന്നെയായിരുന്നു. ആ പ്രദേശത്ത് പൊതുവേ ഒരു അന്തരീക്ഷക്കുറവ് ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പണ്ട് വളരെ അന്തരീക്ഷക്കുറവ്, ഇരുഭാഗമായിട്ട് സംഘർഷം, ഒരു DYSPക്ക് ഉൾപ്പെടെ വെട്ടുപറ്റിയിട്ടുണ്ട് അവിടെ. അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇത് പോരുത്. അവിടെ ഒരു പാട്ടിട്ടാ ചെറുക്കും, ഇതേ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സംഘടിച്ചൊരു വിഭാഗം ആളുകൾ ഇതാ ഇപ്പം ഇവിടെ എടുത്തു വെച്ച് തന്നെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ വേണ്ടിയിട്ട് RDയും പോലീസും ഒന്നും വരണ്ടല്ലോ. അല്ല, അങ്ങനെ ഒരു ശ്രമം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? ഇവിടെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഓരോ വീടുകളിൽ ഓരോ ദുരന്തം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഇത്ര രഹസ്യാത്മകത ഇതുമായി ബന്ധപ്പെട്ട് നിലനിർത്തിയത് കുടുംബം? അല്ല, രഹസ്യമൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് പോലീസ് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇതിപ്പോൾ കോടതിയിൽ പോയാലും അതിന്റെ വിധി അവസാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാൻ മിക്സിംഗ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ എതിർക്കുന്നില്ല. അന്ധവിശ്വാസമാണോ വിശ്വാസമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും കൂടി വന്ന് ഒരു സാധാരണക്കാരനെ ഒരു ആളില്ലാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ നോട്ടീസൊന്നും കൊടുക്കാതെ നിയമലംഘനം ചെയ്യുന്നതിനാണ് എതിർപ്പ്. ഉത്തരവുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഒരു RDO പറഞ്ഞാണ് DSPയുടെ മുന്നിൽ വെച്ച് ഉത്തരവായിട്ടല്ലേ ഞങ്ങൾ വരൂ, ഇന്ന് ഉത്തരവുണ്ടായിരുന്നു. ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവ് കൈമാറണ്ടേ? അല്ലാതെ ആരുടെയെങ്കിലും ഒരു മുദ്രാവാക്യം വിളി കേട്ട് ആർക്കെങ്കിലും അവരുടെ താല്പര്യത്തിൽ കുറച്ച് ആളുകൾ സംഘടിച്ച് ആ പ്രദേശത്ത് നിന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ആടുന്ന RDO ആയാലും പോലീസായാലും ചെറുക്കും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അല്ല, ഇതിൽ ഈ കുടുംബം പറയുന്നതിനെ താങ്കൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? ഈ കുടുംബം, ഞാൻ ഇന്നലെയാണ് ഈ നടന്നിട്ട് 4-5 ദിവസമാണ് എൻ്റെ നാട്ടിലാണെങ്കിലും ഞാൻ ഇന്നലെ അവിടെ 8 മണി മുതൽ 9 മണി വരെ അവിടെ ആ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു. ഈ സ്വാമിയെ സംബന്ധിച്ച് ഒരു 35 വർഷം കൊണ്ട് എനിക്ക് നേരിട്ട് സംസാരിച്ചു. അവിടെ ഒരുപാട് വിഷയങ്ങളിലൊക്കെ അന്ന് അദ്ദേഹം സാധാരണ ഒരു തൊഴിലാളിയായിരുന്നു. ആദ്യം അവിടുത്തെ ആറാലമുടി ചന്തയിൽ ഒരു തൊഴിലാളിയായിരുന്നു. ആ കാലം മുതൽ എനിക്കറിയാം.
ഒരു സൗമ്യനും ആക്കുപദ്രകാരിയൊന്നുമില്ല. ഒന്നും നിവർത്തിയില്ലാത്തൊരു പാവപ്പെട്ട വീട്ടിൽ അവരുടെ വീട്ടിൽ ഒരു നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എത്തിയത്. അതിൽ ദുരൂഹത എന്ന് പറയുന്നത് അച്ഛൻ അമ്മ ഈ സ്വാമി പറഞ്ഞു എന്നെ ഇന്ന ദിവസം 5 വർഷത്തിന് മുമ്പേ അദ്ദേഹം ഇതെല്ലാം ഒരുക്കി വെച്ചു. ഇന്നലെ ഒന്നുമല്ല ഒരുക്കി വെച്ചത്. 5 വർഷത്തിന് മുമ്പേ അദ്ദേഹത്തിന് സമാധി ഇരിക്കേണ്ട സ്ഥാനവും മയിലാടി ചെന്ന് അതടയ്ക്കാനുള്ള കല്ലും എല്ലാം വാങ്ങിച്ചു വെച്ച്. അത് ആ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നതാണ്. ഇതിനു മുൻപ് താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? ഉറപ്പായിട്ടും അറിവുണ്ടായിരുന്നു. ഇന്ന് ആദ്യമൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ എത്ര വർഷം പഴക്കമുണ്ടെന്ന്. അതിൻ്റെ ഉയരം ഇന്ന് വെച്ച് കെട്ടിയിരിക്കുന്നതിന് പഴക്കമില്ല. പക്ഷെ അതിന് താഴോട്ടുള്ളത് പഴക്കം നിശ്ചയിക്കാനല്ല, 5 വർഷം പഴക്കമുണ്ട്. താങ്കൾ ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചാണോ അവർക്ക് വേണ്ടി ഇന്ന് ആ പ്രതിഷേധത്തിനൊപ്പം കൂടിയത്? ഞാൻ എൻ്റെ പക്ഷം ഇന്ന് ഒരു ഉത്തരവുമായിട്ട് വന്നാൽ ഉത്തരവ് കൈമാറാനാണ് പറഞ്ഞത്. എൻ്റെ കൂടെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആട്ടി പറഞ്ഞല്ലോ ഉത്തരവില്ല, ഞങ്ങൾ ഒരു ഉത്തരവുണ്ട്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അമ്മയ്ക്ക് അത് കൈമാറിക്കൂടാ? ഒരു ഉത്തരവ് ഞങ്ങളിത് ചെയ്യാൻ പോകണമെന്നുള്ള ഉത്തരവ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ കൊടുത്തില്ല. അപ്പൊ ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ എന്തിനാണ്? ആ വിഷയത്തിൽ മാത്രമാണ് അതിലെ എനിക്ക് സംശയമുള്ളൂ, അല്ലാതെ ഞാൻ അല്ലാണ്ട് ഈ കുടുംബം പറയുന്ന വാക്കുകൾ പൂർണ്ണമായും താങ്കളും വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അല്ലല്ല, കുടുംബം പറയുന്ന എല്ലാം ശരിയാവണമെന്നില്ല. കാരണം എനിക്ക് നേരിട്ട് ഇതിൽ ഒരു കാര്യവും അറിയില്ലല്ലോ, നേരിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഉത്തരവ് ഇട്ട ആളുകൾ ഉത്തരവ് മറച്ചു വെച്ചിട്ട് വന്ന് പെട്ടെന്ന് നിമിഷം കൊണ്ട് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമം അവിടെ വെച്ച് തന്നെ മറച്ച് ഇതൊക്കെ ചെയ്യാനുള്ള അത് ഒരു സമാധി മന്ദിരം എന്ന നിലയിൽ അവരെല്ലാ ചടങ്ങുകളും നടത്തി വച്ചിരിക്കുന്നത് അത് കാണിക്കുന്ന അവഗണനയല്ലേ? തുറക്കാനാണെങ്കിൽ അവരുടെ ഒരു തടസ്സം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉത്തരവ് കൊടു, അവരൊരു തടസ്സമല്ല. എനിക്കറിയാം അവരോട് പറയാൻ. എനിക്ക് ആ വീട് ഈ മക്കൾക്ക് 1 വയസ്സുള്ളപ്പോൾ എനിക്ക് ആ വീട് ആയിട്ട് ബന്ധമുള്ളതാണ്. ഈ ഇന്ന് മരിച്ച സ്വാമിയായിട്ട് എനിക്കറിയാൻ പറയാൻ. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളുടെ നിയമം അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിക്കണല്ലേ? ഒരു കോടതിയിൽ ഒരു ബാങ്കിൽ തന്നെ ആരെതിർക്കുന്നു എന്ന് നോക്കിയായിരുന്നോ നിങ്ങളുടെ ഇടപെടൽ? അതല്ല, അവർക്ക് നീതി കിട്ടണമെന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പോയപ്പോൾ അവർ പറഞ്ഞത് 2 പശു കൊണ്ടാണ് ജീവിക്കുന്നത്, വക്കോല് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത വീടാണ്. അതിൻ്റെ പേരിൽ ഒരു സാധാരണക്കാരന് നിയമം കിട്ടാതിരിക്കരുത്. ഒരു സാധാരണക്കാരന് ചോദിച്ചു വാങ്ങിക്കാൻ അറിയില്ല. ആ നോട്ടീസ് ഒരു ബാങ്ക് ജപ്തി ചെയ്യണമെങ്കിൽ പോലും 14 ദിവസം നോട്ടീസ് കൊടുക്കും. എല്ലാത്തിനും ഒരു കോടതിയിൽ നിന്നാണെങ്കിലും 15 ദിവസം സമയം കൊടുക്കും. ഇതിന് ഒരു സമയം കൊടുക്കണ്ട, 24 മണിക്കൂർ വെച്ചൊരു നോട്ടീസ് കൊടുക്കാമല്ലോ. ഞങ്ങളിത് ചെയ്യാൻ പോവാണ്. ഒരു പക്ഷേ അത് സമാധി തന്നെയാണെങ്കിൽ ആ നോട്ടീസ് കൊടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം വരട്ടെ. വെറുതെ ഒരു ജോലി ചെയ്തിട്ട് പോണല്ലോ. ആരെങ്കിലും ഒരു ജോലി ചെയ്യാൻ വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു സത്യസന്ധമായ വിവരം ഉണ്ടെങ്കിൽ അതിനും അവർക്ക് ദോഷമുണ്ടെങ്കിൽ ഞാൻ താങ്കളിലേക്ക് വരാം.